ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതത്തിന് സൈനിക സംരക്ഷണം നൽകുമെന്ന വാർത്ത അമേരിക്ക നിഷേധിച്ചതോടെ ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $82 ഉണ്ടായത് $92 ഉയർന്നു. നേരത്തെ ഇതുവഴിയുള്ള എണ്ണക്കടത്തിന് അമേരിക്ക സംരക്ഷണം നൽകുമെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചിരുന്നു. ഇത് നിഷേധിച്ച് വൈറ്റ് ഹൌസ് രംഗത്തെത്തിയതോടെയാണ് എണ്ണവിലയിൽ വീണ്ടും കുതിപ്പുണ്ടായത്. ആഗോള വിപണിയിൽ എണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ഹോർമൂസ് കടലിടുക്ക് വഴി പോയ ഒരു ഓയിൽ ടാങ്കറിന് അമേരിക്കൻ സൈന്യം എസ്കോർട്ട് പോയതായി US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു അവകാശവാദം തെറ്റാണെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റ് പറഞ്ഞത്. ഇറാൻ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഹോർമൂസ് കടലിടുക്ക് ഫലത്തിൽ അടഞ്ഞുകിടക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ എണ്ണയുടെ ലഭ്യതയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ലോക വിപണിയിലേക്കുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 കടന്നു പോകുന്നത് ഇതുവഴിയാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ആരംഭിച്ചതായും ഇറാൻ അറിയിച്ചു. ഇത് ഈ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ കൂടുതൽ ബാധിക്കും. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കപ്പൽപാത തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള മറ്റു നടപടികൾ അമേരിക്കൻ സൈന്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലെവിറ്റ് അറിയിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ എണ്ണ ടാങ്കറുകൾക്ക് നാവികസേനയുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളാകും സ്വീകരിക്കുക. അതേസമയം LPG ഉൽപാദനം കൂട്ടുമെന്ന് അറിയിച്ച് റിലയൻസും രംഗത്തെത്തി. വാതക ലഭ്യതയ്ക്ക് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റിലയൻസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ധന സർചാർജ് എയർ ഇന്ത്യ കൂട്ടിയത് MPമാർ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനാൽ രാജ്യത്ത് LPG ക്ഷാമം നേരിടുകയാണ്. അതിനിടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക ലഭ്യത കുറയുമെന്ന് സൂചിപ്പിച്ച കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തിയിരുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള വാതകം പൂർണ്ണമായും ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്ന മന്ത്രി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതിൽ 30% വരെ കുറവ് വന്നേക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്.